മധുരമായ ശൈലിയിലൂടെയുള്ള പാരായണം ആണ് വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യത്തിന്റെ ആദ്യപടി. അവിടെയാണ്. 2 ഘടകങ്ങളാണ് പ്രധാനമായും ഉള്ളത്. 2 ഘടകങ്ങൾ. ഒന്ന് അത്തിലാവ മഅ തജ്വീദ്. തജ്വീദ് എന്ന ശാസ്ത്രം അഥവാ ഖുർആൻ പാരായണത്തിന് അതിൻ്റെതായ ചില നിയമ ഭാഗങ്ങളുണ്ട്, ശാസ്ത്ര ഭാഗങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ടുള്ള പാരായണമാകുമ്പോൾ അത് സൗന്ദര്യമുള്ളതാണ്. 2 ഫഹ്മുൽ മാന, ഇതുവരെ നാം പറഞ്ഞ അർത്ഥം മനസ്സിലാകുമ്പോഴുള്ള സൗന്ദര്യം. ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഖുർആൻ ആസ്വദിക്കാൻ കഴിയില്ല. അർത്ഥം അറിയാത്ത ഒരാള് യാതൊരു ഈണവും ശബ്ദമാധുര്യവും നിയമം പാലിക്കുകയും ചെയ്യാത്ത ഒരു ഓതുന്ന ആളുടെ പാരായണം കേൾക്കുക, ഒരു കുലുക്കം ഉണ്ടാവില്ല, ഒന്നും അറിയില്ല. നമുക്ക് അയാളുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാനും സുഖം ഉണ്ടാവില്ല. എന്നാൽ ഭംഗിയായി ഇമാം പാരായണം ചെയ്യുന്നു, പിന്നിൽ മക്മുമായി നിൽക്കുമ്പോൾ ആ പാരായണം ചെയ്ത ഭാഗത്തിലെ അർത്ഥം എനിക്ക് അറിയാം, ഞാൻ നേരത്തെ പഠിച്ചതാണ്. എത്ര നിസ്കരിച്ചാലും നമ്മൾ അവിടെ നിൽക്കും, ഒരു പരാതിയും പറയില്ല. നിങ്ങൾ പോകാറില്ലേ ഇവിടുന്ന് ദൂര പള്ളിയിലേക്ക് 2.5 മണിക്കൂർ നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് പോകാറില്ലേ തറാവീഹിന്? എന്തേ പോകാൻ കാരണം? ഗംഭീര ഖിറാഅത്തല്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോ ആശയം മനസ്സിലാകുന്നതോടൊപ്പം നിയമാനുസൃതമായ പാരായണം. വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത് 1 സൂറത്തുൽ മുസമ്മിലിലെ വചനമാണ്. വറത്തിലിൽ ഖുർആന തർതീലാ. നിങ്ങൾ എന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പ്രഭാഷണ ക്ലിപ്പുകളിൽ കേട്ടതായിരിക്കാം. ആവർത്തന വിരസത തോന്നേണ്ടതില്ല. വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആന്റെ ആവർത്തന വിരസത ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖുർആൻ പറഞ്ഞ ഒരു നിബന്ധനയാണ്, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ വെറുതെ ഓതി തീർക്കേണ്ട ഒന്നല്ല, അത് സാവകാശക്രമത്തിൽ പാരായണം ചെയ്യണം എന്ന് പ്രവാചകൻ പറഞ്ഞു. സയ്യിനുൽ ഖുർആന ബിഅസ്വാതികും, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾ ഖുർആനിനെ നന്നാക്കണം. ഒരാൾക്ക് എത്ര ശബ്ദം ഉണ്ടാകും എന്നാണ് ഈ വചനം പറയുമ്പോൾ എന്റെ ഓർമ്മയിൽ വരാനുള്ള ആദ്യ ചോദ്യം. ഒരാൾക്ക് എത്ര ശബ്ദം ഉണ്ടാകും? ഒരുപാട് ശബ്ദം ഉണ്ടാവൂലേ? ഞാൻ സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല പ്രസംഗിക്കുമ്പോഴുള്ള ശബ്ദം, ഞാൻ ചിരിക്കുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ കരയുമ്പോഴുള്ള ശബ്ദം, ഞാൻ എന്റെ സഹധർമ്മിണിയോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ എന്റെ സഹാധ്യാപികയോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദം, ഞാൻ എന്റെ കുഞ്ഞിനോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ എന്റെ വല്യുപ്പയോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദം, ഞാൻ സന്തോഷത്തോടുകൂടെ പറയുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദം, ഞാൻ പറയുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ പാടുമ്പോഴുള്ള ശബ്ദം വ്യത്യസ്തമാണ്. ഏറ്റവും നല്ല ശബ്ദം ഉപയോഗിച്ച് നിങ്ങൾ ഖുർആനിന്റെ ഓതണം. ഇതുപോലെ ഞാനൊരു ഉദാഹരണം, നിങ്ങൾക്കൊരു സമാധാനത്തിന് ഞാനൊരു പാട്ടിന്റെ ഭാഗം പറയാം. ഇപ്പൊ പാട്ടിങ്ങനെ എഴുതി കൊടുത്തു മാണി ഒരു എന്താ പറയുന്ന മണിമാളിക, വലിയ വീടുകൾ അല്ലേ, അതിനുള്ളിൽ താമസിക്കുന്ന ആളുകളോട് അതുമായി ബന്ധപ്പെട്ട ചിന്തയുണർത്തുന്ന പാട്ട്, അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പാട്ട്, ഏതെങ്കിലും ഒരു ഗാനം അധ്യാപകൻ, ശാസ്ത്രീയ സംഗീതത്തിന്റെ അധ്യാപകൻ, സംഗീതാധ്യാപകൻ തന്റെ പഠിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ശബ്ദം ഒന്ന്. എന്നിട്ട് കുട്ടികൾ ചോദിച്ചു അതൊന്ന് പാടിത്തരാമോ? അപ്പൊ ഇയാൾ പാടിക്കൊടുത്തതെന്താ? കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതെ ആരുമില്ല കോനെ പാടിക്കൊടുത്തു. 1-2 ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ അവിടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് അധ്യാപകർ അത് ഭംഗിയായി കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതെ ആരുമില്ല കോനെ എന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ എന്ന് പാടിക്കൊടുത്താൽ ഹൃദ്യമാണ്, സ്വീകരിക്കും, മനസ്സിലേക്ക് ആഴ്ന്നവർ. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇൽമു തജ്വീദ് അതിപ്രധാനമാണെന്ന് പറയുമ്പോൾ അതിന്റെ സൗന്ദര്യം വ്യക്തമാകുന്ന 1ാമത്തെ ഘടകമായി പറഞ്ഞത് ഏറ്റവും നല്ല ശബ്ദത്തിലായിരിക്കണം. അതോടൊപ്പം പ്രവാചകൻ പറഞ്ഞു അലിമുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ അറബിയിൽ ഓതണം. നമ്മളൊക്കെ ഏത് ഭാഷയിലാണ് ഖുർആൻ ഓതല്? അള്ളാന്റെ റസൂല് ഖുർആനിന്റെ അനുയായികളോട് പറഞ്ഞു നിങ്ങൾ ഖുർആൻ അറബിയിൽ ഓതണം എന്ന്. നമ്മൾ ഇതുവരെ അറബിയിലല്ലേ ഓതിയത്? അല്ല. എവിടേക്ക് തെറ്റിയത്? എത്ര അക്ഷരങ്ങളാ തെറ്റിയത്? ഇനി ഞാൻ ഓതുന്നില്ലെന്നാലെന്ന് പറയാനല്ല സഹോദരങ്ങളെ ഞാൻ ഇത് ഉണർത്തുന്നത്.
വിശുദ്ധ ഖുർആൻ അത് കൃത്യമായും അക്ഷരസ്ഫുടതയോടുകൂടെ ഖവ്വിം ലിസാനഹു, പ്രവാചകൻ അതാ പറഞ്ഞത്, നീ അദ്ദേഹത്തിന്റെ നാവ്, ഭാഷ ആദ്യം ശരിയാക്കണം. നിയമം പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴുള്ള ഒരുപാട് വശങ്ങൾ